عن عبد الله بن عمرو رضي الله عنه أن رسول الله صلى الله عليه وسلم قال: الصيام والقرآن يشفعان للعبد. يقول الصيام: أي ربي إني منعته الطعام والشهوات بالنهار فشفعني فيه. ويقول القرآن: منعته النوم بالليل فشفعني فيه فيشفعان. رواه الإمام البيهقي في شعب الإيمان. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ പ്രഭാതത്തിലാണ് നാം ഈ പ്രകാശ പരിപാടി തിരുദൂതരുടെ ഹദീസുകൾ കേൾക്കുക എന്ന മഹത്തായ പുണ്യകർമ്മത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് ഖബൂലും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. വിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് എത്താൻ ഒത്തിരി വാതിലുകളുണ്ട്, കവാടങ്ങളുണ്ട്. അതിലൊരു വാതിൽ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടു. അത് റയ്യാൻ കവാടമാണ്. സ്വർഗത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള 8 വാതിലുകൾ, 8 കവാടങ്ങൾ, അതിലൊന്നാണ് റയ്യാൻ. ആ റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് നമ്മളെ കടത്തുന്ന ഒരു കർമ്മം, അത് വിശുദ്ധമായ നോമ്പാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇതുപോലെ നമ്മൾ സ്വർഗത്തിലേക്ക് കടത്തുന്ന മറ്റൊരു വാതിലാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനും റമദാനും ഖുർആനും നോമ്പും ഒക്കെയായി വളരെ കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അത് മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്ന് മാത്രമല്ല, സ്വർഗത്തിലെ തന്നെ ഗ്രേഡുകൾ ഉയർത്തിക്കിട്ടാൻ പരിശുദ്ധ ഖുർആൻ കാരണമാകുന്നു എന്നുള്ളതാണ്. വിശുദ്ധ റമദാനിലാണ് ഖുർആൻ അവതരിക്കുന്നത് തന്നെ. അപ്പൊ റമദാനും ഖുർആനുമായി നല്ലൊരു ബന്ധമുണ്ട്. അതോടൊപ്പം നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പിന്റെ സന്ദർഭങ്ങളിലൊക്കെയും അവരേറ്റവും കൂടുതൽ ഈമാനികമായി ആനന്ദം കിട്ടുന്ന ഒരു ആരാധന കൂടിയാണ് പരിശുദ്ധ ഖുർആൻ പാരായണം എന്നുള്ളത്. ഖുർആൻ എന്നതിന്റെ നിർവചനം തന്നെ പറയുന്നതല്ല. എന്തിനാണ് ഈ ഖുർആൻ എന്ന് പറയുക? ഖുർആൻ എന്നതിന്റെ നിർവചനം തന്നെ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്തതും പാരായണം ആരാധനയായിട്ടുള്ളതുമായ വചനങ്ങൾ, അതാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ കുറേ ആയല്ലോ ഖുർആൻ പറയുന്നു. എന്തിനാണ് ഖുർആൻ, എന്താണ് ഖുർആൻ എന്ന് ചോദിച്ചെന്ന് പറയും. അല്ലാഹു തആല ജിബ്രീൽ മുഖേന മുത്തുനബിക്ക് ഇറക്കി കൊടുത്തതും പാരായണം ആരാധനയായതുമായ വചനങ്ങൾ, ഇതെല്ലാം കൂടുമ്പോഴാണ് ഖുർആനാകുന്നത്. അപ്പൊ ഖുർആന്റെ പ്രത്യേകത തന്നെ എന്താ? അതിങ്ങനെ വായിക്കുന്നത് തന്നെ ആരാധനയാണ്. ഖുർആൻ വായിക്കുന്നത്, ഓതുന്നത് തന്നെ ആരാധനയാണ്. നോമ്പുകാരന്റെ നോമ്പിന്റെ സന്ദർഭങ്ങളൊക്കെയും പവിത്രമാകാനും അവന്റെ ആനന്ദോദ്ദീപകമായ ഒരു കർമ്മം, അതാണ് വിശുദ്ധ ഖുർആനിന്റെ ഓത്ത്, ഖുർആൻ പാരായണം എന്ന് പറയുന്നത്. ആ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞ വചനമാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ എന്ന സ്വഹാബിയിലൂടെ നമ്മിലേക്ക് എത്തിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞു: അസ്സിയാം വൽ ഖുർആനു, നോമ്പും ഖുർആനും യശ്ഫഅനി ലിൽ അബ്ദി, ദാസന് വേണ്ടി റെക്കമെൻഡ് ചെയ്യും, ശിപാർശ പറയും അള്ളാന്റെ അടുക്കലെ. നോമ്പും ഖുർആനും അത് രണ്ടും അള്ളാഹുവിന്റെ അടിമകൾക്ക്, അതായത് നോമ്പ് നോൽക്കുന്നവർക്ക് വേണ്ടിയും ഖുർആൻ ഓതുന്നവർക്ക് വേണ്ടിയും അള്ളാഹുവിന്റെ മുമ്പിൽ ശിപാർശ പറയും. എന്താ പറയുന്നത് കേട്ടോളൂ. യഖൂലു സിയാം, നോമ്പ് പറയും അള്ളാഹുവിനോട്: ഐ റബ്ബി, എന്റെ പടച്ചോനെ, ഇന്നി മനഅതുഹു ത്വആമ വശഹവാതി ബിന്നഹാർ, പകൽ സമയങ്ങളിൽ ഭക്ഷണവും അവന്റെ വികാരത്തെയൊക്കെ ഞാൻ അവർക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, തടഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ. അത് നോമ്പുകാരന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല നോമ്പിന്റെ പകലിൽ. നോമ്പുകാലത്ത് വികാരപരമായിട്ടുള്ള പ്രവർത്തനം ഏർപ്പെടാൻ പറ്റൂല. അപ്പം വികാരത്തെയും ഭക്ഷണ സാധനം ഇതൊക്കെ ഞാൻ അവന് തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ എന്റെ റെക്കമെൻഡ് നീ സ്വീകരിക്കണം പടച്ചോനെ.
ഇവന്റെ കാര്യത്തിൽ ഞാൻ ചെയ്യുന്ന ഈ ശുപാർശ നീ സ്വീകരിക്കണം പടച്ചവനെ എന്ന് റോംബ് പറയും. അതേ സമയത്ത് ഖുർആൻ അല്ലാഹുവിനോട് പറയും, മനഅതുഹു നൗമ ബില്ലൈൽ ഫശഫിഅനി ഫീഹി. പടച്ചവനെ, അവൻ രാത്രി സുഖമായിട്ട് ഉറങ്ങുന്നതിന് പകരം പൊൽച്ചക്കും അതിന്റെ മുമ്പൊക്കെ എന്നെ പാരായണം ചെയ്തു. രാത്രി സമയങ്ങളിൽ എന്നെ ഓതിയ ആളാണത്. അവന്റെ ഉറക്ക് എനിക്ക് വേണ്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അവന്റെ ക്ഷീണം എന്നെ പാരായണം ചെയ്യുന്നതിന് വേണ്ടി അവൻ മാറ്റി വകവെക്കാതിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണം പടച്ചവനെ. ഇങ്ങനെ അല്ലാഹുവിനോട് പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾക്കും രണ്ടു പേർക്കും അവരുടെ ശഫാഅത്ത് റെക്കമെൻഡ് സ്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവരുടെ ആ ശുപാർശ സ്വീകരിച്ചിട്ട് അല്ലാഹു തആല ഈ നോമ്പിന്റെ കാരണത്താൽ, ഖുർആൻ ഓത്തിന്റെ കാരണത്താൽ ഇവനെ സ്വർഗത്തിലേക്ക് കടത്തുക. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശുപാർശ. ഒന്ന്, നോർമലി സാധിച്ചു കിട്ടാത്തൊരു കാര്യത്തിന് മറ്റൊരാളുടെ ശുപാർശ കൂടിയാകുമ്പോൾ എന്തുണ്ടോ ഒരു ഗ്യാരണ്ടി കിട്ടുമ്പോൾ പാസ്സായി. അങ്ങനെയാണ് ഈ ശുപാർശയുടെ ഒരു ഗുണം. രണ്ടാമത്തത്, നോർമലി ഇയാൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആൾ തന്നെയാണ്, പക്ഷെ എങ്കിൽ കൂടി ഉണ്ടല്ലോ ഒരു ബഹുമാനം, റെക്കമെൻഡേഷൻ ആവശ്യമില്ലെങ്കിൽ പോലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അയാളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അയാൾ ഒരു സാധാരണക്കാരനല്ല, അയാൾ ഒരു പ്രത്യേകക്കാരനാണ്, അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തോട് എനിക്ക് ഇഷ്ടമുണ്ട് എന്നൊക്കെ അറിയിക്കുന്ന ഒരു സൂചന കൂടിയാണ്. ഒരു ഓഫീസിൽ പോയൊരു കാര്യം നേടിക്കിട്ടാൻ അദ്ദേഹം നേരിട്ട് പോയാൽ തന്നെ സാധിച്ചു കിട്ടുന്ന കാര്യമാണ്. റെക്കമെൻഡേഷൻ ആവശ്യമില്ല, ഇല്ലെങ്കിലും നമ്മൾ റെക്കമെൻഡേഷൻ വിളിച്ചു പറഞ്ഞാലുള്ള ഗുണം എന്താ? അത് അയാൾക്കുള്ള ബഹുമാനവും പ്രത്യേകതയാണ്. ഇതുപോലെ ഖുർആനും ഈ നോമ്പും അതിന്റെ ഉടമകൾക്ക് വേണ്ടി, അതിന്റെ ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ശുപാർശ ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ രണ്ടർത്ഥത്തിലുള്ള ശുപാർശയും അതിൽ വരാം. അതിലേക്കൊരു സൂചനയാണ് അടുത്തൊരു തിരുനബിയുടെ വചനം. ഖുർആനിൽ ഒരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ ദൂതർ പറയാണ്, ഈ ഖുർആൻ ഓതുന്ന ആളുകൾ മഹ്ശറിലെത്തിയാൽ, സ്വർഗത്തിലെത്തിയാൽ തന്നെ അള്ളാഹു അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇഖ്റ വർത്തഖി വറത്തിൽ കമാ തുറത്തിലുൽ ഖുർആന ഫിദ്ദുനിയ. നീ ഖുർആൻ ദുനിയാവിൽ വെച്ച് ഖുർആൻ എത്ര മനോഹരമായി, എത്ര സ്പഷ്ടമായി, എത്ര സാവകാശത്തോടു കൂടിയാണോ നീ മടിച്ച് നീട്ടിയൊക്കെ ഓതിയിരുന്നത്, അതേപോലെ നീ ഓതിക്കോ. ആ ഓത്തിനനുസരിച്ച് നീ കയറിപ്പോവുകയും ചെയ്തോ. നിനക്കിരിക്കാനുള്ള ഇരിപ്പിടം, നിനക്ക് വസിക്കാനുള്ള വാസസ്ഥലം, അത് നീ ഓതി അവസാനിപ്പിക്കുന്ന ആയത്ത് തീരുമ്പോഴാണ്. എന്ന് വെച്ചാൽ ഖുർആൻ ഓതുമ്പോഴും ശ്രദ്ധിച്ച് ഓതണം. പടപടപടപടാന്ന് തെറ്റുകുറ്റങ്ങളൊക്കെ കൂടിയിട്ട് ഓതരുത്. തെറ്റില്ലാതെ അക്ഷരങ്ങളും അതിന്റെ നിയമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് സാവകാശം ഓതുക. ആ ഓത്തിന് കുറച്ച് എന്താവും സമയമെടുക്കും. എങ്കിൽ സമയമെടുത്തുകൊണ്ട് സാവകാശം സ്ലോ ആയി നീ ഓതുന്നതിനനുസരിച്ച് നീ കയറിക്കോ എന്ന് പറഞ്ഞ ഒരു ക്രൈനിലുള്ള ഒരു സാധനം ഇങ്ങനെ പൊന്തി 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 പോണത് കണ്ടില്ല. ഇതുപോലെ അദ്ദേഹത്തോട് ഉയർന്നു പോയിക്കോളാൻ പറയും. എന്നിട്ട് ഓതി അവസാനിക്കുന്ന സമയം, ആയത്ത് അവസാനിക്കുന്നത് എപ്പോഴാണ്, അവിടെയാണ് നിന്റെ സ്വർഗത്തിലെ സ്ഥലം എന്ന് അല്ലാഹു തആല ഈ ഖുർആൻ ഓത്തുകാരനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വർഗത്തിലേക്ക് എത്തല് മാത്രമല്ല, സ്വർഗത്തിലെത്തിയാൽ തന്നെ ഉയർന്ന ഗ്രേഡ് കിട്ടാൻ പരിശുദ്ധ ഖുർആൻ കാരണമാണ്. അതുകൊണ്ട് നമ്മൾ ഖുർആനുമായി കൂടുതൽ അടുത്തു വയ്ക്കണം. ഇവിടെ കൂടുതൽ പറയേണ്ടതില്ല. അൽഹംദുലില്ലാഹ് നല്ലോണം ഖുർആൻ ഓതുന്നവർ നന്നായിട്ട് ഇനി ഓതണം. ഓതാത്തവർ ഇനിയെങ്കിലും ഓത്തു തുടങ്ങണം. തീർച്ചയായിട്ടും ഖുർആൻ ഓതണം. പരിശുദ്ധ ഖുർആൻ അത് ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുന്ന ഒരു ഇബാദത്തിലായിരുന്നു മുൻഗാമികളൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. കൂടുതൽ ഖത്മ് ചെയ്യാൻ അവർ കണ്ടെത്തിയ സുവർണാവസരം റമളാനാണ്. മറ്റുള്ള സമയത്തേക്കാൾ കൂടുതൽ തവണ പരിശുദ്ധ ഖുർആൻ റമളാനിൽ ഓതി തീർക്കും. അത് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരുന്നു, അല്ലാഹു തആല ജിബ്രീൽ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്ത വചനമാണല്ലോ. അപ്പൊ ജിബ്രീലാണ് അല്ലാഹുവിന്റെ ദൂതർക്ക് ഇത് കൊണ്ടത് കേൾപ്പിച്ചു കൊടുത്തതെങ്കിൽ ആ ജിബ്രീലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്നെ എല്ലാ കൊല്ലവും റമളാനിൽ ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. ജിബ്രീൽ ഇങ്ങോട്ട് ഓതിക്കൊടുക്കും, തിരുനബി ജിബ്രീൽ അങ്ങോട്ട് ഓതിക്കൊടുക്കും. ഈ പ്രക്രിയ നടക്കുന്ന കാലയളവാണ് റമളാൻ.
അങ്ങനെയാണ് ഹദീസിൽ കാണുന്നത്. തിരുനബി തങ്ങൾ വഫാത്താകുമ്പോൾ ആ വഫാത്തിന്റെ തൊട്ടടുത്ത വർഷം 2 തവണയാണ് ഇങ്ങനെ എന്ത് ചെയ്തത്, റിപ്പീറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഓതിയാൽ ഈ റമളാൻ കഴിയുമ്പോഴേക്കും ഒരു ഖത്മ തീരും. ഖുർആനിന്റെ ഒരു ജുസിന് 10 താളുകളാണ്, 10 ഇതളുകൾ. ഇതിൽ 5 വക്ത് നിസ്കാരം നമുക്കുണ്ട്. ഓരോ വക്ത് നിസ്കാരത്തോട് ബന്ധപ്പെട്ടിട്ടും ഈ 2 ഇതളുകൾ ഓതി തീർത്താൽ 5 വക്ത് നിസ്കാരം കൊണ്ട് ഒരു ദിവസം ഒരു ജുസായി. ഇത്ര എളുപ്പമുണ്ട്. ഇനി അത് 2 ഖത്തമാക്കണം എന്നുണ്ടോ, അവർ 4 കഷ്ണം ഓതട്ടെ. അങ്ങനെ 3 ഖത്തം ഓതണമെന്നുണ്ടോ, ഒരു ദിവസം 6 പേജുകൾ 6 ഇതളുകൾ ഓതട്ടെ എന്ന് പറഞ്ഞാൽ 6 12 പേജ് ഉണ്ടോ, ഇങ്ങനെ ഓതട്ടെ. അങ്ങനെ അത്രയും ഖുർആൻ ഓതി തീർക്കാൻ നമുക്ക് കഴിയും. അപ്പൊ അതുകൊണ്ട് ഇതിന് കൂടുതൽ സമയമൊന്നും വേണ്ട. നിസ്കരിക്കാൻ ഏതായാലും പള്ളിയിൽ വരുമ്പോൾ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വന്നാൽ അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ചെയ്ത് തീർക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതണം. അത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ അഹലുകാരായി അല്ലാഹു തആല നമ്മളെ നിലനിർത്തുകയും ആ ഖുർആൻ ദീനിലും ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ വിജയത്തിന്റെ കാരണവുമാക്കി തരട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.